ഹായ്, ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നിക്കോണിൻ്റെ C30 എന്ന് പറഞ്ഞ ക്യാമറയാണ്. ആക്ച്വലി നമുക്ക് CV-E10 ആൻഡ് R50V അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു മോഡലാണ് നിക്കോണിൻ്റെ Z30 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇതിന് കുറേ പ്രത്യേകതകളുണ്ട്. ആക്ച്വലി ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 400 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. CV-ക്ക് അത്രയും വരുന്നില്ല, 340 ആ ഒരു റേഞ്ച് വെയിറ്റ് വരുന്നുള്ളൂ. ഡിസ്പ്ലേ സൈസൊക്കെ ബോത്ത് 3 എണ്ണത്തിനും ഏകദേശം ഒരേ സൈസ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പർച്ചർ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഡയലറുണ്ട്, ഇവിടെ ഷട്ടർ സ്പീഡിൻ്റെ ഡയലറുണ്ട്. ഇത് രണ്ടുമാണ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ 3 മോഡലിനും വരുന്നില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം. ഇതിനകത്ത് മുകളിൽ വരുന്ന ഡയലറിൽ അത്യാവശ്യം ഓപ്ഷൻസ് എല്ലാം, അതായത് മാനുവൽ, അപ്പർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഡയലറാണ്. നമ്മൾ R50 നോക്കിയാൽ R50V നോക്കിയായിരുന്നു, അതിൽ മൊത്തം വീഡിയോ ഓപ്ഷൻസ് ആയിരുന്നു. പക്ഷേ ഇതിൽ ഫോട്ടോയും വീഡിയോ ഓരോ കണക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറയാണ്. അത്യാവശ്യം വെയ്റ്റ്ലെസ് ആയി ചീപ്പ് റേറ്റ് ആണ്. എനിക്ക് തോന്നുന്നു 45-50 റേഞ്ച്, ആ ഒരു റേഞ്ചിലേ ഇതിന് വരുള്ളൂ. CV ആകുമ്പോൾ പിന്നെയും കൂടും. R50V ആണെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിരിക്കും. ഇത്രയൊക്കെ ഇതിൽ പറയാനുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.